നമസ്കാരം. ജെഎം ടോക്സിലേക്ക് സ്വാഗതം. ഓർഡിനറി ബസ്സിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി യാത്ര, അതാണ് ഇന്ന് ഒരു ചരിത്രയാത്രയായി നമ്മൾ കണ്ടത്. വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്ത KSRTC ബസ്സിലെ വനിതകളുടെ സൗജന്യ യാത്ര ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. സത്യത്തിൽ ഇതൊരു ചരിത്ര സംഭവം തന്നെയാണ്. അത് മുഖ്യമന്ത്രി സതീശനെ സംബന്ധിച്ചും ഗതാഗത മന്ത്രി CP ജോണിനെ സംബന്ധിച്ചും അവരുടെ കരിയറിലെ, അവരുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു നാഴികക്കല്ല് തന്നെയാണിത്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ ഒരു പഞ്ച് വേർഡുണ്ട്: സ്ത്രീകൾക്കുള്ള ഈ സൗജന്യം ഒരു ഔദാര്യമല്ല, ആദരവാണ്. തീർച്ചയായിട്ടും കേരളത്തിലെ വനിതകൾക്ക് മാത്രമായിട്ട് സൗജന്യം ഏർപ്പെടുത്തുന്നതും പുരുഷന്മാരുടെ കാണിക്കുന്ന അനീതിയായിട്ടും ഒക്കെ ചിത്രീകരിച്ചപ്പോൾ അതിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല മറുപടിയാണ് ഇത് സ്ത്രീകൾക്ക് മാത്രമാണ്, സ്ത്രീകൾക്കുള്ള ഒരു ആദരവാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയാണ്. ഇന്നത്തെ യാത്രയുടെ പ്രത്യേകതകൾ പലതുകൊണ്ട് ശ്രദ്ധേയമാണ്. ഒന്ന്, ഇത് ബസ് ഓടിച്ചത് വനിതാ ഡ്രൈവറാണ്. അത് KSRTCയിലെ ആദ്യത്തെ വനിതാ ഡ്രൈവർ. ബസ് കണ്ടക്ടർ ഒരു വനിതയാണ്. ഈ ബസ്സിൽ യാത്ര ചെയ്ത സഹയാത്രിയിൽ ഒരാൾ ഒരു വനിതാ മന്ത്രിയാണ്. ഗതാഗത സെക്രട്ടറിയും ഒരു വനിതയാണ്. അപ്പോൾ ഇതൊരു വനിതാ ദിനം കൂടി ആയിരുന്നെങ്കിൽ ആ ചിത്രം പൂർണ്ണമായേനെ. എന്തായാലും ഇതൊരു ചരിത്രത്തിൻ്റെ ഭാഗമായി മാറാൻ എല്ലാ കാരണവും അതിനകത്തുണ്ട്. 90 വർഷം മുമ്പ് KSRTC ആദ്യമായിട്ട് ബസ് ഓടിച്ചപ്പോൾ, അന്ന് KSRTC ആയിരുന്നില്ല, രാജഭരണകാലത്ത് പൊതു ബസ് സർവീസ് ആദ്യമായിട്ട് ആരംഭിച്ചത് ഇതേ സ്ഥലത്ത് നിന്ന്. അന്ന് രാജാവും ദിവാനുമായിരുന്നു ആ ബസ്സിൽ യാത്ര ചെയ്തിരുന്നത്. ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കേരളത്തിലെ ഗതാഗത മന്ത്രിയും ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്നു. അത് സ്ത്രീകൾക്ക് 90 വർഷത്തിന് ശേഷം കേരളത്തിലെ സ്ത്രീകൾക്ക് ആദ്യമായിട്ട് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചുകൊണ്ട്. സ്ത്രീകൾക്ക് ഈ സൗജന്യ യാത്ര കൊടുക്കുന്നതിനെക്കുറിച്ച് പല തരത്തിലുള്ള വിമർശനങ്ങളും ചർച്ചകളും ഒക്കെ നടന്നു. ഈ നഷ്ടത്തിലോടുന്ന KSRTC കൂടുതൽ നഷ്ടത്തിലേക്ക് തള്ളാൻ വേണ്ടി എന്തിനാണ് സൗജന്യം? തീർച്ചയായിട്ടും ഇത് നമുക്കറിയാം, ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ്. തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിൽ വോട്ടും ഒരു ഘടകമാണ്. അങ്ങനെ വോട്ട് കൂടി ലക്ഷ്യം വെച്ചാണ് എങ്കിൽ പോലും. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയും അതിനെ നന്നായി പറഞ്ഞ് അവതരിപ്പിച്ച് എങ്ങനെ സ്ത്രീകൾക്ക് ഇത് കൂടുതൽ പ്രയോജനകരമാകുന്നു, എങ്ങനെ അത് സ്ത്രീകളെ ശാക്തീകരിക്കുന്നു. അപ്പോൾ 800 കോടി രൂപ ഒരു വർഷം സംസ്ഥാന സർക്കാർ ചെലവഴിക്കുമ്പോൾ അതെങ്ങനെ കേരളത്തിലെ സ്ത്രീകൾക്ക് പ്രയോജനകരമായിട്ട് സമൂഹത്തിൻ്റെ ഉന്നമനത്തിനായിട്ടും വികസനത്തിനായിട്ടും ഒക്കെ പ്രയോജനപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു നല്ല ഒരു ചിത്രം വരയ്ക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഇത്രയും പണം സ്ത്രീകളുടെ കയ്യിലേക്ക് എത്തുമ്പോൾ അത് കൃത്യമായും വീട്ടിൽ തന്നെ എത്തുന്ന പണം. പുരുഷന്മാരുടെ കയ്യിലാണ് ഈ പണം എത്തുന്നതെങ്കിൽ അത് ആ പണം മുഴുവൻ വീട്ടിലെത്തണമെന്നില്ല. അത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. രണ്ടാമത്, സ്ത്രീകൾ അവരുടെ ഒരു ആത്മവിശ്വാസം വളർത്തുന്ന ഒരു കാര്യമാണിത്. മൂന്നാമത്, ഒട്ടേറെ പാവപ്പെട്ട സ്ത്രീകൾ തിരുവനന്തപുരത്തും അതുപോലെയുള്ള നഗരങ്ങളിലുമൊക്കെ ദൂരെ ഗ്രാമങ്ങളിൽ നിന്ന് വന്ന് ജോലി ചെയ്യുന്ന ഒട്ടേറെ പാവപ്പെട്ട സ്ത്രീകളുണ്ട്. ഈവൻ വീട്ടു ജോലിക്ക് വേണ്ടി മാത്രം ജോലി ചെയ്യുന്നവർ. അവരുടെ ശമ്പളത്തിന് ഒരു ദിവസം 500 രൂപയാണ് കിട്ടുന്നതെങ്കിൽ അതിൽ ഒരു 4/1 അതിൽ കൂടുതലോ ഒക്കെ യാത്രാ ചെലവിന് വേണ്ടി ചിലവാക്കേണ്ടി വരുന്ന സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഇത് വലിയൊരു സേവനമാണ്. രണ്ടാമത്, ഇത്രയും പണം മാർക്കറ്റിലേക്ക് വരുന്നു. അപ്പോൾ അതൊരു ചാലകശക്തിയായിട്ട് ഇവിടുത്തെ സാമ്പത്തിക സംവിധാനത്തെ ഉദ്ദീപിക്കുന്ന തരത്തിലുള്ള ചാലകശക്തിയായിട്ട് അത് പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു മെച്ചം മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. അതിലെല്ലാം ഉപരി മുഖ്യമന്ത്രി പറഞ്ഞ മറ്റൊരു കാര്യം, കേരളത്തിലെ സ്വകാര്യ ബസ് സർവീസുകളെ ഇതെങ്ങനെ ബാധിക്കുമെന്നുള്ളതിനെക്കുറിച്ച് പൊതുവെ വലിയൊരു ആശങ്ക ഉണ്ട്. കാരണം സ്ത്രീകളെല്ലാം കൂടി KSRTC ബസ്സിലേക്ക് കയറിയാൽ അത് സ്വകാര്യ ബസ്സിനെ ബാധിക്കില്ല. സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളെല്ലാം യാത്രക്കാർ ഇല്ലാതെ കുറയുകയും അങ്ങനെ അവർ നഷ്ടത്തിലാകുകയും ചെയ്യില്ല എന്നുള്ള ഒരു പ്രശ്നം. രണ്ടാമത്, പല സ്ഥലത്തും KSRTC ബസ്സുകളില്ല, അവിടെയെല്ലാം സ്വകാര്യ ബസ്സുകളാണ് ഓടുന്നത് എന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ പ്രയോജനം സ്ത്രീകൾക്ക് കിട്ടാതെ വരുന്നു എന്നുള്ളത്. പക്ഷേ അദ്ദേഹം പറഞ്ഞ ഒരു വളരെ കൃത്യമായി അദ്ദേഹം അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയിട്ടില്ലെങ്കിൽ പോലും അർബൻ ട്രാൻസ്പോർട്ട് സംവിധാനം കൂടുതൽ ശക്തമാക്കുന്നതിൽ സ്വകാര്യ ബസ്സുകൾക്കൊരു വലിയ പങ്ക് വഹിക്കാനുണ്ടെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഇന്ന് തിരുവനന്തപുരത്തെ കാര്യമെടുത്താൽ സെക്രട്ടേറിയറ്റിൽ വരുന്ന 3000-ഓളം ഉദ്യോഗസ്ഥരിലെ ഒരു 1000 പേരെങ്കിലും സ്വന്തം കാറുകളിലാണ് വരുന്നത്, അല്ലെങ്കിൽ ബൈക്കിലാണ് വരുന്നത്. അദ്ദേഹം എറണാകുളത്തെ കാര്യം പറഞ്ഞു. എറണാകുളത്തെ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ വരുന്ന 2000-ഓളം അഭിഭാഷകർ, അവർ 2000 പേരും കാറിലാണ് വരുന്നത്. അപ്പോൾ ഈ സ്വകാര്യ
ഗതാഗതം കൂടുതൽ മെച്ചപ്പെട്ടാൽ, ഓരോരുത്തർക്കും അവരുടെ വീടിനടുത്ത് സൗകര്യമായിട്ട് യാത്ര ചെയ്യാനായിട്ടൊരു ബസ് കിട്ടിയാൽ ആ ബസ്സിൽ യാത്ര ചെയ്യാൻ അവർക്ക് കഴിയുമെങ്കിൽ അവരെല്ലാം ഈ കാറും ഡ്രൈവ് ചെയ്തിട്ട് ഇത്രയും പെട്രോൾ ഡീസൽ വില വർധന ഉയർന്നു നിൽക്കുന്ന സമയത്ത് അവർ യാത്ര ചെയ്യേണ്ട കാര്യമില്ല. അവർക്ക് സൗകര്യമായിട്ട് ബസ്സിൽ പോയി ബസ്സിൽ തിരിച്ചു വരാൻ, ഇഷ്ടമുള്ള സമയത്ത് പോയി ഇഷ്ടമുള്ള സമയത്ത് തിരിച്ചു വരാൻ കഴിയുന്ന വിധം ഉള്ള ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൻ്റെ സൂചനയാണെന്ന് മുഖ്യമന്ത്രി നൽകിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ബസ് ചാർജ്, സ്വകാര്യ ബസ്സുകൾക്ക് ബസ് ചാർജ് കൂട്ടി ചാർജ് ചെയ്യാനോ, ഇപ്പോൾ എല്ലാ ബസ്സുകൾക്കും ഒരേ ചാർജാണ്. അതിലൊക്കെ മാറ്റം വരുന്ന തരത്തിലുള്ള വലിയൊരു നയം മാറ്റം ഇതിനകത്ത് വേണ്ടി വരും. പക്ഷേ നമ്മുടെ ഗതാഗത സംവിധാനം മെച്ചപ്പെടണമെങ്കിൽ അങ്ങനെയുള്ള ചില ഡ്രാസ്റ്റിക് സ്റ്റെപ്പുകൾ എടുത്തേ പറ്റുള്ളൂ എന്നുള്ളത് കൂടിയാണ്. അപ്പം അതൊരു നല്ല സൂചനയാണ്, ഗതാഗത സംവിധാനം മെച്ചപ്പെടുത്തുക. രണ്ടാമത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ 800 കോടി രൂപ നൽകുന്നത്, നമുക്കറിയാം 800 കോടി രൂപ അത്രത്തോളം ഇല്ല, ഇനിയുള്ള മാസങ്ങളൊന്നും വേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. രണ്ടാമത് ഈ ചെലവാകുന്ന കാശ് മുഴുവൻ ഇനിയുള്ള ദിവസങ്ങളിൽ അത് മുഴുവൻ സർക്കാർ തന്നെ വഹിക്കണമെന്നില്ല. KSRTC വരുമാനം വർദ്ധിപ്പിച്ച് അത് കൂടുതൽ കാര്യക്ഷമമായിട്ട് കൊണ്ടുപോകുമ്പോൾ ഈ പണം KSRTCക്ക് താങ്ങാൻ കഴിയുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞത് അതത്ര വിശ്വസനീയമൊന്നുമല്ല. അത് ഒരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. എങ്കിൽ പോലും KSRTCയുടെ സ്ഥിതി മെച്ചപ്പെടുത്താനും KSRTCയുടെ മറ്റ് ഗതാഗത മറ്റ് ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റ്, ഇൻ്റർസ്റ്റേറ്റ് ബസ്സുകൾ അങ്ങനെയുള്ള സംവിധാനങ്ങൾ എങ്ങനെ കൂടുതൽ മെച്ചപ്പെടുത്താം, എങ്ങനെ കൂടുതൽ ലാഭകരമായ രീതിയിൽ പുതിയ സർവീസുകൾ ആരംഭിക്കാൻ കഴിയും എന്നൊക്കെയുള്ള പുതിയൊരു ചിന്ത ഇപ്പോൾ ശരിക്കും വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് CP ജോൺ, അദ്ദേഹം നമുക്ക് കണ്ടറിയാം, വളരെ ആദ്യമായിട്ട് മന്ത്രിയാകുന്നെങ്കിലും വളരെ പക്വതയോടെയാണ് അദ്ദേഹം കാര്യങ്ങൾ കാണുന്നതും. അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ കമൻറ്റ് മതി. ഈ സ്ത്രീ സൗജന്യ യാത്രയെ വിമർശിക്കുന്ന CPMകാരോട് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. അത് പണ്ട് പറഞ്ഞതുപോലെ ഇതൊരു ചരിത്ര മണ്ടത്തരമായി മാറരുത്, ഒരു ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടറായി മാറരുത് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതൊരു CPMകാരൻ്റെ ചരിത്രാവബോധത്തിലുള്ള ഒരു ബുദ്ധിയാണത്. എന്തായാലും CP ജോൺ എന്തായാലും എനിക്ക് തോന്നുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതിനുള്ള സാമ്പത്തിക ബോധ്യം, അദ്ദേഹം സമ്പദ്ഘടനയെക്കുറിച്ചും സാമ്പത്തിക സാധ്യതയെക്കുറിച്ചൊക്കെ നല്ല ബോധ്യമുള്ള ആളാണ്. അദ്ദേഹം എന്ന് പറഞ്ഞ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊക്കെ സൗജന്യമായി തരുന്ന ടിക്കറ്റ് 0 ടിക്കറ്റാണ് നൽകുന്നത്, പക്ഷേ ടിക്കറ്റ് നൽകുന്നുണ്ട്. ഈ ടിക്കറ്റുകളിൽ നിന്ന് നിങ്ങൾ സൂക്ഷിച്ച് വയ്ക്കുന്നത് നല്ലതാണ്, ഭാവിയിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടും. അത് കൃത്യമായും അദ്ദേഹം എനിക്ക് തോന്നുന്നത് ഈ ടിക്കറ്റുകളൊക്കെ സൂക്ഷിച്ച് വെച്ചാൽ അവസാനം ഏറ്റവും കൂടുതൽ ടിക്കറ്റ് സൂക്ഷിക്കുന്ന ആൾക്ക് എന്തെങ്കിലും വലിയ സമ്മാനം അല്ലെങ്കിൽ ഒക്കെ നൽകാൻ സാധ്യതയുണ്ട്. അപ്പം അത് വേറൊരു ബുദ്ധിയും അതിൻ്റെ പിന്നിലുണ്ട്. കാരണം എത്രമാത്രം സ്ത്രീകൾ ഇത് ഉപയോഗിച്ചു എന്നൊക്കെ കണ്ടെത്തുന്നതിൻ്റെ, അല്ല ഏത് ഏരിയയിലാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് കണ്ടെത്താനുള്ള ഒരു സൂക്ഷ്മ ബുദ്ധിയും കൂടെ അദ്ദേഹം അതിനകത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് ഈ പണം കണ്ടെത്താനുള്ള മാർഗങ്ങളെക്കുറിച്ചുള്ള ചർച്ച വന്നപ്പോൾ മേരി ജോർജ് എന്ന് പറയുന്ന സാമ്പത്തിക വിദഗ്ധ ഒരു നിർദ്ദേശം വെച്ചു. വനിതകൾക്ക് വേണ്ടിയിട്ട്, ഈ സർവീസിന് വേണ്ടിയിട്ട് ഈ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഒരു ലോട്ടറി ഏർപ്പെടുത്തുക. ഒരു നല്ല ആശയമാണത്. അപ്പം അതേസമയം അത് തമാശയായിട്ട് കാണുന്നവരുമുണ്ട്. പക്ഷേ ലോട്ടറി നടത്തുക, ഞാൻ പറയുന്ന ലോട്ടറി അത് കൂടുതൽ വനിതകൾ തന്നെ എടുത്താൽ ലോട്ടറി വിജയിപ്പിക്കും. കാരണം വനിതകൾക്കാണല്ലോ ഇതിൻ്റെ പ്രയോജനം. മാത്രമല്ല ഈ സ്ത്രീകൾ മിക്കവാറും ലേഡീസ് ഒൺലി ബസ്സുകൾ പോലെ ആയിരിക്കും സൗജന്യ യാത്രകളുടെ ഗുണഭോക്താക്കളായ സ്ത്രീകൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ആ ബസ്സിൽ കയറി ടിക്കറ്റ് വിറ്റാൽ തന്നെ അവർ കൂടുതൽ ടിക്കറ്റ് വിൽക്കാൻ കഴിയും. അപ്പോൾ ആ പണം തന്നെ വേറെ തരത്തിൽ തിരിച്ചു വരും. മാത്രമല്ല ഈ ലോട്ടറിയുടെ ഏറ്റവും വലിയ ഗുണം എന്താണ്? ഒന്ന്, കുറേ പേർക്ക് സമ്മാനം കൊടുക്കാൻ കഴിയുന്നു, കുറേ പേർ അതുകൊണ്ട് ജീവിക്കുന്നു. അതിലെല്ലാം ഉപരി ഈ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന ഓരോ വ്യക്തിക്കും ഒരു മാസത്തേക്ക് കോടീശ്വരിയായി ജീവിക്കാവുന്ന സ്വപ്നം കാണാമെന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിലെ സ്ത്രീകൾക്ക് കോടീശ്വരിമാരായി മാറാൻ കഴിയുമെന്നുള്ള സ്വപ്നവുമായിട്ട് ഈ ടിക്കറ്റും എടുത്ത് യാത്ര ചെയ്യുമ്പോൾ ഒരു വശത്ത് അവർക്ക് യാത്രാ സൗജന്യം, മറുവശത്ത് അവർക്ക് ഒരു ടിക്കറ്റ് എടുത്തുകൊണ്ട് ഒരു സ്വപ്നം കാണാനുള്ള അവസരം കൂടിയാണ് നൽകുന്നത്. അപ്പം ഏത് രീതിയിലും ഇതൊരു വഴിമാറ്റമാണ്, ഇത് ഒരു വഴിത്തിരിവാണ്. ഏത് രീതിയിലും ഇതൊരു ദിശ മാറ്റുന്ന ഒരു തീരുമാനമാണ്. എന്തായാലും പുതിയൊരു തുടക്കം ഇന്നിവിടെ തുടങ്ങിയിരിക്കുന്നു. ഇനിയും ഇത് വലിയ ചർച്ചയാകും. ഇതേക്കുറിച്ച് ട്രോളുകൾ ഉണ്ടാവും. ഇതിനകത്ത് പല മാറ്റങ്ങളും വരുത്തേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം ഇനിയുള്ള ദിവസങ്ങളിൽ.